ഒരു ദിവസം രാത്രി വർഷയുടെ വീട്ടുകാരെ കുറച്ച് ഗുണ്ടകൾ ചേർന്ന് വീട് കയറി ആക്രമിക്കുകയാണ്. അവരുടെ അടികൊണ്ട് വർഷയുടെ ഡാഡിയും മമ്മിയൊക്കെ കൈയും കാലും ഒടിഞ്ഞ് ഹോസ്പിറ്റലിൽ തളർന്ന് കിടക്കുവാണ്. മോളെ, അയാൾ അടിച്ചിട്ട് പോകുമ്പോൾ ഇതിന് പിന്നിൽ ആരാണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് വേറെ ആരുമല്ല, ആ സച്ചിയുടെ പേരാ ഗുണ്ടകൾ ചോദിക്കുമ്പോൾ പറഞ്ഞത്. അവനെ വെറുതെ വിടരുത്, അവൻ തന്നെ ഇതിന് പിന്നില് എന്ന് ഡാഡി പറഞ്ഞപ്പോ, എന്റെ ഡാഡിയെയും മമ്മിയെയും ഈ അവസ്ഥയിലാക്കിയത് ആരായാലും ശരി, അവരെ ഞാൻ വെറുതെ വിടില്ല ഡാഡി. അതിന് ശ്രീകാന്തിന്റെ ഏട്ടനായാൽ പോലും. സച്ചിക്കെതിരെ ഞാൻ കംപ്ലൈന്റ് കൊടുക്കാൻ പോവാ എന്ന് പറഞ്ഞ് വർഷ സച്ചിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുവാണ്. അതോടെ പോലീസുകാർ ചേർന്ന് സച്ചിയെ ജയിലിലാക്കുന്നുണ്ട്. സ്റ്റേഷനിൽ നിന്നും രേവതി നല്ല ദേഷ്യത്തില് വീട്ടിലേക്ക് വരുന്നുണ്ട്. ശേഷം ശ്രുതിയുടെ റൂം തട്ടുകയാണ്. രവീന്ദ്രനും ചന്ദ്രയും വർഷയും ശ്രീകാന്തും ഒക്കെ അത് കണ്ട് ഹാളിലേക്ക് വരുന്നുണ്ട്. ശ്രുതി അകത്തു നിന്നും ഡോറ് തുറന്നെത്തിയപ്പോ ചന്ദ്ര ബഹളം വയ്ക്കുവാണ്. എടി രേവതി, എന്താടി ഇപ്പൊ എന്തിനാ നീ നടുമുറ്റത്ത് നിന്ന് ശബ്ദം ഉണ്ടാക്കുന്നേ? അങ്ങനെ ചന്ദ്ര ദേഷ്യത്തില് രേവതിയോട് ചോദിക്കുമ്പോ അതിന് രേവതി മറുപടിയായി ഒന്നും പറയാതെ ശ്രുതിയെ ദേഷ്യത്തിൽ നോക്കുവാണ്. പിന്നീട് രവീന്ദ്രൻ വന്ന്, രേവതി എന്താ മോളെ, എന്തു പറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നീട് ശ്രുതിയൊക്കെ റൂമിൽ നിന്ന് വന്ന്, എന്താ രേവതി കുറച്ചുപോലും മര്യാദയില്ലാതെ മറ്റുള്ളവരുടെ റൂം ഇങ്ങനെ തട്ടിക്കൊണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്നേ എന്ന് ചോദിക്കുവാണ് ശ്രുതി. ഒക്കെ കേട്ട് രേവതിക്ക് ശ്രുതിയെ അടിക്കാനുള്ള ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അച്ഛാ, സച്ചേട്ടൻ ഇപ്പോൾ ജയിലിലല്ലേ? സച്ചേട്ടന് ജാമ്യം കിട്ടിയിട്ടില്ല, അതിനെന്താ കാരണമെന്നറിയോ എന്ന് രേവതി പറയുമ്പോ, എന്താടി അവൻ ജയിലിലായോ? അതിനിപ്പോ എന്താ? അങ്ങനെ ആയെങ്കിൽ തന്നെ അതവന്റെ ഗുണ്ടായുസം കൊണ്ടാണ് എന്ന് പറയുവാണ് ചന്ദ്ര. വർഷയുടെ വീട്ടുകാരെ അടിച്ചതുകൊണ്ടാ സച്ചേട്ടനെ പോലീസുകാർ കൊണ്ടുപോയത്. എന്ന ആ കേസില് സച്ചേട്ടന് ഒരു ബന്ധുവില്ല അച്ഛാ. അദ്ദേഹം ഈ തെറ്റ് ചെയ്തിട്ടില്ല. വർഷയുടെ വീട്ടുകാരെ അടിച്ചത് ഏതോ ഗുണ്ടകളാണ് എന്ന് രേവതി പറയുന്നുണ്ട്. അതൊക്കെ നീ എന്തിനാടി ഇവിടെ വന്ന് പറയുന്നേ? അതൊക്കെ നീ പോലീസ് സ്റ്റേഷനിൽ പോയി പറയണം. നീ ഇവിടേക്ക് വന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നീ സ്റ്റേഷനിലേക്ക് ചെല്ല്. എന്റെ ഭർത്താവിന്റെ മേൽ ഒരു തെറ്റുമില്ല, അവൻ നിരപരാധിയാണെന്ന് വാദിക്ക്. എന്നിട്ട് പോരാടി അവനെ പുറത്തേക്ക് കൊണ്ടുപോവാ. അങ്ങനെയൊക്കെ ചന്ദ്ര യാതൊരു മനസാക്ഷിയില്ലാതെ രേവതിക്ക് പറഞ്ഞു കൊടുക്കുവാണ്. ഞാൻ സ്റ്റേഷനിൽ നിന്ന് തന്നെ അമ്മേ വരുന്നത്. വർഷയുടെ വീട്ടുകാരെ ആളെ വിട്ട് അടിച്ചത് ഈ ശ്രുതിയുടെ ആളുകളാണ്. അങ്ങനെ രേവതി മറുപടി കൊടുക്കുവാണ്. അത് കേട്ട് ശ്രുതി ആകെ ഭയന്ന് നിൽക്കുവാണ്. എന്താ ഈ രേവതി പറയുന്നേ? ഇതെങ്ങനെ ഇവൾക്ക് മനസ്സിലായി എന്ന് ചിന്തിക്കുവാണ് ശ്രുതി. അപ്പോഴേക്കും ശ്രീകാന്ത് വന്ന്, എന്താ ഏട്ടത്തി ഈ പറയുന്നേ? വർഷയുടെ വീട്ടുകാരെ അടിച്ചത് ശ്രുതി ഏട്ടത്തിയുടെ ആളുകളാണെന്നോ എന്ന് ചോദിക്കുവാണ്. അതെ ശ്രീ, അവള് തന്നെയാണ്. ശ്രുതി ഗുണ്ടകളെ പറഞ്ഞുവിട്ട് വർഷയുടെ വീട്ടുകാരെ അടിച്ചു, എന്നിട്ട് സച്ചേട്ടന്റെ പേര് പറഞ്ഞു കൊടുത്തു എന്ന് പറയുവാണ് രേവതി. ശ്രുതിയും വർഷയുടെ വീട്ടുകാരും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ലല്ലോ, പിന്നെന്തിനാ ശ്രുതി അവളോട് അവരടിക്കാനൊക്കെ പറഞ്ഞേ എന്ന് രവിയേട്ടൻ ചോദിക്കുവാണ്. കാരണം ഉണ്ടച്ചാ, സച്ചേട്ടനെ ശ്രുതിക്ക് അല്ലെങ്കിലേ ഇഷ്ടമല്ലല്ലോ. അദ്ദേഹം ജയിലിലായ ശ്രുതിക്ക് സന്തോഷാവും. സമാധാനത്തോടെ ഈ വീട്ടിൽ താമസിക്കാനും പറ്റുമല്ലോ. അതിനുവേണ്ടി തന്നെ ഇവളിത് ചെയ്തത് എന്ന് രേവതി പറയുമ്പോ, അയ്യോ, ഇവൾക്ക് എങ്ങനെ ഇത് കറക്റ്റ് ആയിട്ട് അറിയാം? നടന്നതുപോലെയല്ലേ ഇവള് പറഞ്ഞു കൊടുക്കുന്നേ എന്നൊക്കെ ശ്രുതി മനസ്സിലാലോചിക്കുവാണ്. ശേഷം നല്ലവളെ പോലെ അഭിനയിച്ച് രേവതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. രേവതി നിർത്ത്, ചുമ്മാ വായി തോന്നിയത് വിളിച്ചു പറയാതെ. സച്ചിയോട് എനിക്ക് ദേഷ്യമുണ്ട്, എന്നാലേ അവനെ സ്റ്റേഷനിലാക്കാൻ ഞാൻ ഗുണ്ടകളെ വിട്ടിട്ടില്ല. ഗുണ്ടകളെ സെറ്റ് ചെയ്ത് അവരെ അടിച്ചതൊക്കെ മോശപ്പെട്ട സംഭവങ്ങളല്ലേ? സച്ചി ജയിലായത് അവന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്, അയാൾ ചെയ്ത തെറ്റുകൊണ്ടാണ് എന്ന് ശ്രുതി വാദിക്കുവാണ്. ശ്രുതി വന്ന്, നിർത്തുന്നുണ്ടോ? സച്ചി അല്ലെങ്കിൽ തന്നെ ഒരു ഗുണ്ടയാണ്. അവൻ അടിച്ചതില് വല്ല അത്ഭുതമൊന്നും എനിക്ക് തോന്നുന്നില്ല. വർഷയുടെ അച്ഛനെ തോന്നിയതുപോലെ എത്ര പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത് ചെയ്തതും അവൻ തന്നെയാണ്. എന്റെ ശ്രുതിയുടെ മേൽ നീ പഴി ചാരാൻ വരണ്ട രേവതി. അങ്ങനെ ശ്രുതിക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുവാണ്. ആരുടെ മേലും പഴി ചാരിയിട്ടില്ല. ഈ ശ്രുതി തന്നെയാണ് ഇങ്ങനെ ഒരു പണി ചെയ്തു വച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ നല്ല പിള്ള ചമയുന്നേ. മിണ്ടാതെ നിൽക്കുന്ന കണ്ടില്ലേ? എന്താടി ആലോചിക്കുന്നേ? നീ തന്നെ ഈ പണി ചെയ്തേന്ന് ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി കൂടുതൽ സംസാരിച്ചാലേ എന്റെ കൈ നിന്റെ കവിളിൽ വീഴും. അങ്ങനെ രേവതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പോലീസുകാരെ വീട്ടിലേക്ക് എത്തുകയാണ്. വന്ന ഉടനെ ആരായി ശ്രുതി എന്ന് ചോദിക്കുവാണ്. നീ എന്തു പണിയായി ചെയ്തു വച്ചിരിക്കുന്നേ? നീയാണോ ആൾക്കാരെ വിട്ട് ഒരു കുടുംബത്തെ ആളെ വിട്ട് അടിച്ചിരിക്കുന്നേ? ഇതിനു മാത്രം നീ വളർന്നോ? നീ എന്തു മനുഷ്യ സ്ത്രീയാണ്? എന്തിനിങ്ങനെ ചെയ്ത്? രവീന്ദ്രൻ ശ്രുതിയെ വഴക്കു പറയുവാണ്.
പോലീസ് ശ്രുതിയെ വിലങ്ങ് വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് പോലീസ് അവളെ പിടിച്ചുകൊണ്ടുപോകാൻ നോക്കുവാണ്. ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ നോക്കി കരഞ്ഞു പറയുന്നുണ്ട്, ശ്രുതി നോക്ക്, ഞാൻ നിനക്കും ആന്റിക്കും വേണ്ടിയാ ഇങ്ങനെയൊക്കെ ചെയ്തത്, എന്നെ ഒന്ന് രക്ഷിക്ക്. ആ സച്ചി ജയിലിലാക്കണമെന്നായിരുന്നില്ലേ നിന്റെ ആന്റിയുടെ ഒക്കെ ആഗ്രഹിച്ചത്, അതല്ല ഞാൻ സാധിച്ചു തന്നത്. എന്നിട്ട് ഞാനിപ്പോ പ്രതിയായി. ഞാൻ എനിക്ക് വേണ്ടിയല്ല ഇതൊക്കെ ചെയ്തത്. അങ്ങനെ ശ്രുതിയുടെ അടുത്ത് കരഞ്ഞു പറയുന്നുണ്ട്. അത് കേട്ട് ചന്ദ്ര വന്ന് ശ്രുതിയെ പിടിച്ചു നിർത്തുവാണ്. ഈ പൂ കെട്ടുന്നവള് പറഞ്ഞതെല്ലാം സത്യാണോടി? ഇതിനകത്തിരുന്നിട്ട് വലിയ വലിയ ജോലികളാണല്ലോ നീയൊക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നേ. വർഷയുടെ വീട്ടുകാര് എന്ത് തെറ്റ് ചെയ്തിട്ടാടി അവരെ നീ അടിച്ചത്? ഇതിനൊക്കെ നിനക്ക് ആരാ ധൈര്യം തന്നെ? വീട്ടുകാരുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? നിന്നേക്കാൾ പണക്കാരുടെ കുടുംബം അവരുടേത്. വർഷ ഇനി എന്ത് കരുതും? സാറേ, ഇവളെ പിടിച്ചുകൊണ്ടുപോയേ പറ്റൂ. ഇവളെപ്പോലൊരു മരുമകളെ എനിക്കിനി വേണ്ട എന്നൊക്കെ പറയുവാണ് ചന്ദ്ര. സമയത്ത് സച്ചി ജയിലിൽ നിന്ന് റിലീസായി വീട്ടിലേക്ക് വരുവാണ്. സച്ചി നേരെ ശ്രുതിയുടെ അടുത്തേക്ക് വന്ന്, ഏയ് പാർലർ അമ്മേ, എന്തോ വലിയ കള്ളത്തരമാണ് നീ ചെയ്തിരിക്കുന്നേ. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ മാറി നിന്ന് ആസ്വദിക്കുമായിരുന്നില്ലേ എന്നെ പോലീസുകാർ കൊണ്ടുപോകുമ്പോ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. അങ്ങനെ ദേഷ്യത്തോടെ സച്ചി അവളെ നോക്കി പറയുന്നുണ്ട്. രേവതി ആണെങ്കിൽ ചന്ദ്രയുടെ അടുത്തേക്ക് വന്ന്, അമ്മേ, നിങ്ങൾ പ്രസവിച്ച മകൻ തന്നെയല്ലേ ഈ സച്ചിയേട്ടൻ? അദ്ദേഹം ജയിലിലാണെന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ സച്ചിയേട്ടനെ പഴിചാരി സംസാരിച്ചു. ഇപ്പോ കണ്ടില്ലേ, അദ്ദേഹം പുറത്തു വന്നിരിക്കുന്നു. ആരായി പണി ചെയ്തേന്ന് നോക്ക്. ഇപ്പൊ എന്തു മറുപടിയാ അമ്മയ്ക്ക് പറയാനുള്ളത്? അങ്ങനെയൊക്കെ രേവതി ചന്ദ്രയോട് പറഞ്ഞോണ്ടിരിക്കുമ്പോ അടുത്തേക്ക് വരുവാണ്. കണ്ടില്ലേ അച്ഛ, അമ്മയ്ക്ക് വേണ്ടി ഞാൻ എത്രയോ കാലം ജയിലിൽ കിടന്നിട്ടുണ്ട്. എന്നിട്ട് അവസാനം അവര് തന്നെ എന്നെ പറ്റി മോശമായിട്ട് സംസാരിക്കുന്നു. അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ അച്ഛാ ചെയ്തത്? ചെറിയ വയസ്സ് മുതലേ അമ്മയുടെ സ്നേഹത്തിന് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തിരിക്കുന്നു അത് അമ്മയ്ക്കും നന്നായിട്ട് അറിയാം. ഓരോ തവണയും എന്നെ ആരോ പ്രസവിച്ച കുട്ടിയെ പോലെയാ അമ്മ കാണുന്നത്. എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. ഞാൻ ചെറിയ പ്രായത്തിലെ ജയിലിൽ കിടന്നിട്ടുണ്ട്. എന്നാലേ അതെനിക്ക് വേണ്ടിയല്ല, ആർക്കു വേണ്ടിയാണെന്ന് അച്ഛൻ തന്നെ പറഞ്ഞു കൊടുത്താ അമ്മ എന്നെ സ്നേഹിക്കുമായിരിക്കും. എന്നാ അച്ഛനത് ചെയ്യില്ലെന്നറിയാം. അതുകൊണ്ട് അമ്മ എന്നെ ഇനിയും തെറ്റുകാരനെ പോലെ തന്നെ കണ്ടോട്ടെ. പിന്നെ ഇവരൊരു ദിവസം പോലും എന്റെ അടുത്ത് മര്യാദയോടെ പെരുമാറിയിട്ടില്ല. പാവൻ രേവതി. അമ്മ എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോ എനിക്ക് വേണ്ടി നിൽക്കാൻ രേവതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും കുറ്റവാളി ആരെന്നും കണ്ടുപിടിച്ചത് അതിനുശേഷം എന്നെ പുറത്തു കൊണ്ടുവന്നതൊക്കെ എന്റെ രേവതിയാണ്. ഈ വീട്ടിലുള്ള ഒരു മര്യാദയും അമ്മ അവൾക്ക് കൊടുത്തിട്ടില്ല. ഒരു വേലക്കാരിയെ പോലെയാ ഇത്രയും നാള് അമ്മ അവളെ കണ്ടത്. ഇനി മതി അച്ഛാ, എനിക്ക് വേണ്ടി രേവതി ഈ വീട്ടില് ഇനി ഒന്നും സഹിക്കേണ്ട കാര്യമില്ല. എന്താ വേണ്ടത്? ഞങ്ങൾ ഈ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല. ചെയ്തതെല്ലാം മതി അച്ഛാ. ഇനി മേലില് പഴി കേൾക്കാനും അടി വാങ്ങാനും രേവതിയെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അവൾ ആഗ്രഹിച്ചതുപോലെ ഞങ്ങൾ ഇനി ഈ വീട്ടിലുണ്ടാവില്ല. ഞങ്ങൾ വീട് വിട്ട് എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. വാ രേവതി എന്ന് പറഞ്ഞ് സച്ചി രേവതിയുടെ കൈപിടിച്ച് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. അതേസമയം പോലീസുകാർ ചേർന്ന് ശ്രുതിയെ വിലങ്ങ് വെച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്.